നമസ്കാരം. ഖമനേയി പുതിയ വെല്ലുവിളികൾ ഉയർത്തിയെങ്കിലും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് അതിന് മാത്രമുള്ള ഒരു ആവേശം കാണാനില്ല. ഖമനേയി ഉയർത്തിയ വെല്ലുവിളി, ഞങ്ങളെ തൊട്ടാൽ നിങ്ങളുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ആക്രമിക്കും എന്നാണ് ഖമനേയുടെ പ്രസ്താവന വന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ഏറ്റവും ക്ലോസസ്റ്റ് അലൈ ആയിട്ടുള്ളത് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി വന്നിട്ടുണ്ട്. നെതന്യാഹു പറഞ്ഞത് വി ആർ റെഡി ഫോർ ദി സിനാരിയോ എന്നാണ്. ഞങ്ങൾ ഈ കെട്ടുകാഴ്ചയ്ക്ക് തയ്യാറാണ്, തുടങ്ങിക്കോളൂ, ഉത്സവം തുടങ്ങിക്കോളൂ, ഞങ്ങൾ തയ്യാറാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചുള്ള പ്രശ്നം, നെതന്യാഹു ഒരു കൊടക്കീഴിലാണ്. നമ്മളതിനെ അയൺ ഡോം എന്ന് വിളിക്കും. അവർ മിസൈലുകളുടെ പ്രൊട്ടക്ഷനും ഇപ്പോഴതിനകത്ത് അയൺ ബീമും ഒക്കെ ചേർത്ത് ഇസ്രയേൽ അവരുടെ നാട്ടിലേക്ക് മിസൈലുകൾ വരുന്നതിനെ തടയുവാനുള്ള സർവ്വ സംവിധാനങ്ങളുമായിട്ട് റെഡിയാണ്. പക്ഷേ അമേരിക്കയ്ക്ക് അവിടെ ഇസ്രായേൽ മാത്രമല്ലല്ലോ അലയുള്ളത്. അമേരിക്ക അലയുള്ളത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ട്, സൗദി അറേബ്യയുണ്ട്, ഖത്തറുണ്ട്, ബഹ്റൈൻ ഉണ്ട്. അവിടെയുള്ള എല്ലാ അറബ് രാജ്യങ്ങളും അമേരിക്കൻ അലൈസാണ്. ഇപ്പോൾ ഈ താടിക്കാരൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. അതായത് നിങ്ങളുടെ മുഴുവൻ റീജിയണൽ വാറായി മാറും എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് അയാൾ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് അറബ് രാജ്യങ്ങളെ ആക്രമിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അയാളുടെ തൊട്ടടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ ഈ പേർഷ്യൻ ഗൾഫിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന രാജ്യങ്ങളിലേക്ക് 100 കിലോമീറ്റർ ആണ് ഒരു ആവറേജ് ഡിസ്റ്റൻസ് ഇദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ആ ഡിസ്റ്റൻസിലേക്ക് മിസൈലുകൾ അയച്ച് അവരുടെ അസറ്റുകളെ, അവരുടെ പട്ടണങ്ങളെ, അവരുടെ പെട്രോളിയം സംവിധാനങ്ങളെ, അതിൻ്റെ മൈനിങ്ങിനെ, അതിൻ്റെ റിഫൈനിങ്ങിനെ, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനെ, ആ രാജ്യങ്ങളുടെ മുഴുവൻ സംഗതികളെയും അത് മിലിറ്ററി അസറ്റ്സ് എന്നോ സിവിലിയൻ അസറ്റ്സ് എന്നോ നോക്കാതെ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഗൾഫ് മേഖലയിൽ തീ വെക്കും എന്നാണ് താടിക്കാരൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അതൊരു റിയൽ ഭീഷണിയാണ്. കാരണം ഇവരൊക്കെ അമേരിക്കയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള അലൈസാണ്. അവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കേണ്ടത് അമേരിക്കയുടെ ചുമതലയുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക ഇത് വൈകിപ്പിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഇത് അടിക്കില്ല എന്നോ അല്ല യുദ്ധം ഉണ്ടാവില്ല എന്നോ അല്ല പറയുന്നത്. യുദ്ധമുണ്ടായാൽ എങ്ങനെ ഈ അറബ് രാജ്യങ്ങളെ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തേണ്ട ഒരു ചുമതല US-നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനെ മാത്രം ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി. മറ്റു രാജ്യങ്ങളുടെ കാര്യം അവർക്ക് നോക്കേണ്ടതില്ല. US അങ്ങനെയല്ല. US-നെ സംബന്ധിച്ച് ഈ ഇസ്രായേലിൻ്റെ മേലെ ഉള്ള പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും കൊടുക്കുവാനുള്ള ബാധ്യത അവർക്കുണ്ട്. പല രാജ്യങ്ങളുമായിട്ട് അവർക്ക് അത്തരം കരാറുകൾ നിലവിലില്ലെങ്കിലും അത് അമേരിക്കൻ വിശ്വസ്തതയുടെ ഒരു ഭാഗമാണ്. അതേ സമയത്ത് തന്നെ ഇറാനിലെ വിപ്ലവം നടത്തിയ ആളുകളോട് ഞാൻ വരുന്നു എന്ന് ട്രംപ് പറഞ്ഞ ഒരു വാക്ക് അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിനിടയിലൂടെ ഒരു ബാലൻസ് വരുത്തി ഈ കാര്യങ്ങൾ ഒരു തീരുമാനത്തിലാക്കാം എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ അതിനിടയിലൂടെ വിറ്റ്കോഫ് ഇന്ന് ഇസ്രായേലിലുണ്ട്. അദ്ദേഹം ഇസ്രായേലിൻ്റെ IDF-ന്റെ ചീഫ് ജനറൽ ഇയാൽ സമീറിനെ കാണുന്നുണ്ട്, നെതന്യാഹുവിനെ കാണുന്നുണ്ട്. അവർ തമ്മിലുള്ള ഡിസ്കഷന് ശേഷം ഇസ്തംബൂളിൽ വെള്ളിയാഴ്ച ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരാക്ചി എത്തുന്നുണ്ട്. അദ്ദേഹത്തെ പ്രൈം മിനിസ്റ്ററിനെ പേഷേസ്കാൻ അയക്കുന്നതാണ്. അപ്പം അവരുടെ ഗവൺമെൻറ് ലെവലിൽ എങ്ങനെയെങ്കിലും ചർച്ചയിലൂടെ അത് അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒരു തരത്തിലും വഴങ്ങുന്നില്ല ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുവാൻ ഖമേനി ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം മാളത്തിൽ നിന്ന് പുറത്തു വന്ന് ട്രംപിനെ പോലെ ഞാനും മനുഷ്യരുടെ മുൻപിൽ നിൽക്കും എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പത്രക്കാരുടെ മുൻപിലോ ടെലിവിഷൻകാരുടെ മുൻപിലോ ഒന്നുമല്ല നിന്നത്, പള്ളിക്കകത്താണ്. പള്ളിക്കകത്ത് IRGC ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ IRGC എന്ന് പറഞ്ഞാൽ ഒരു ഭീകര സംഘടനയാണ്, മത പോലീസാണ്. ബട്ട് ഇറ്റ് ഇസ് എ ട്രെയിൻഡ് മത പോലീസ്. ഒരു പട്ടാളക്കാർക്ക് കിട്ടുന്ന മുഴുവൻ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു ഭീകര സംഘടനയാണത്. അപ്പോൾ അത് തന്നെയാണ് ഈ ഖമനയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് സ്വന്തം ജനത്തിൽ നിന്നാണ്. പുറത്തിറങ്ങിയാൽ ആൾക്കാർ അയാളെ പിച്ചി ചീന്തി തിന്ന് കളയും. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അയാൾ അവിടെ നിൽക്കുകയാണ്. അപ്പം ഇറാൻ സിവിലിയൻ അസറ്റ്സിനെ ആക്രമിക്കുന്നത് പോലെ ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കയോടെ പോയിട്ട് സിവിലിയൻ അസറ്റ്സിനെ ആക്രമിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഖമനേയിയോട് മാത്രമേ വിരോധമുള്ളൂ. ഇറാനിലെ ജനത്തിനോട് യാതൊരു വിരോധവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൗകര്യം മുതലെടുത്തുകൊണ്ടാണ് ഖമനേയി ഇത്തരത്തിലുള്ള ഒരു ഭീഷണി മുഴക്കിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇസ്രായേൽ ഇതിനെക്കുറിച്ച് പറയുന്നത് നെതന്യാഹു ഈസ് റെഡി ഫോർ ദി സിനാരിയോ, എന്ത് വേണമെങ്കിലും കാണിച്ചോളൂ, ഞങ്ങൾ റെഡിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലൂടെ ദിസ് പാലസ്റ്റീൻ അതോറിറ്റിയുടെ എംബ്ലത്തിൻ്റെ രൂപത്തിലുള്ള ഒരു എംബ്ലവുമായിട്ട് നമ്മുടെ നാഷണൽ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ എത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഗാസയുടെ ഭരണം ഒരു പുതിയ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. ടെക്നോക്രാറ്റ്സ് എന്നൊക്കെയാണ് അതിന് പേരിട്ടിട്ടുള്ളത്. ഒരു ഗാസാക്കാരൊക്കെ തന്നെയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ഉദ്യോഗത്തിലിരുന്ന ഗാസാക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു കമ്മിറ്റിനെയാണ് ഇതിൻ്റെ ഭരണം ഏൽപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ അവരുടെ ഒരു
എംബ്ലമായിട്ട് ആദ്യം അവരൊരു കൊടിയൊക്കെ കൊണ്ടുവന്നു, അത് ഇസ്രായേൽ പറഞ്ഞു ഇത് പറ്റിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു പുതിയൊരു എംബ്ലമായിട്ട് വന്നിട്ടുണ്ട്. അത് പാലസ്തീൻ അതോറിറ്റിയുടെ എംബ്ലം പോലെ തന്നെ ഒരു അപ്പിയറൻസ് ഉള്ള ഒരു എംബ്ലമാണ്. അതും പറ്റില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അവർ നിശ്ചയമായിട്ടും ഗാസയിലെ ഓരോ മൂവ്മെൻറ്റും ഇസ്രായേൽ ചെക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാവുന്നത്. അതിനിടയിലൂടെ ഇന്ന് ജെറുസലേം പോസ്റ്റിൽ കണ്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്, എന്തുകൊണ്ട് സൗദി അറേബ്യ ഇപ്പോൾ കുറച്ച് വിട്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ സൗദി അറേബ്യ കാണിച്ചൊരു എന്തൂസിയാസം പല കാര്യങ്ങളും സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. കാരണം സൽമാൻ രാജാവ് നിയോം എന്ന് പറയുന്നൊരു വലിയ പ്രോജക്റ്റ്, അതിനകത്ത് ശരിക്കും $500 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ദാറ്റ് ഈസ് ടു ട്രാൻസ്ഫോം സൗദി അറേബ്യ ഇൻ ടു എ ഫ്യൂച്ചറിസ്റ്റിക് ടെക് പവർ ഹൗസ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടെക് പവർ ഹൗസ്, പ്രത്യേകിച്ചും IA-യുടെ ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കേന്ദ്രമാക്കി സൗദി അറേബ്യയെ മാറ്റുന്ന ഒരു പ്രോജക്റ്റ് അദ്ദേഹം അനൗൺസ് ചെയ്തിരുന്നു. പിന്നീട് ആ പ്രോജക്റ്റിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ആ പ്രോജക്റ്റ് അദ്ദേഹം അനൗൺസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഗൾഫ് വാർ വരുന്നത്. ഗൾഫ് വാർ വന്നതോടെയാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വാർ വരുന്നത്. അത് കഴിഞ്ഞ് വലിയ താമസം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ അറബ് അക്കോർഡിൽ നിന്ന് പിന്മാറാണ്. അറബ് അക്കോർഡിൽ ഒപ്പിടുന്ന, സൗദി അറേബ്യ ഒപ്പിടാൻ പോകുന്ന ഒരു ബ്രിമ്മിലാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ സൗദി അറേബ്യ അറബ് അക്കോർഡിൽ ഒപ്പിടാതിരിക്കാൻ വേണ്ടിയാണ് ഹമാസ് ആ സമയത്ത് ആക്ട് ചെയ്തത് എന്ന് പോലും ഉള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഇറാൻ ഹമാസിനെ കൊണ്ട് ആ സമയത്ത് ആക്ട് ചെയ്യിക്കുകയായിരുന്നു, ഇല്ലെങ്കിൽ അറബ് അക്കോർഡിൽ സൗദി അറേബ്യയും കൊണ്ട് പാർട്ടാകും, അത് ഇല്ലാതാകാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ശരി, ആ സമയത്ത് സൗദി അറേബ്യയ്ക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം സൽമാൻ രാജാവ് പറഞ്ഞത്, പിന്നീട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാലസ്റ്റീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചൊരു കൃത്യമായ ഐഡിയ ലഭിക്കാതെ അറബ് അക്കോർഡ്സിൻ്റെ ഭാഗമാകാൻ തങ്ങൾക്ക് കഴിയില്ല എന്നാണ്. നേരെ മറിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് സൗദി അറേബ്യനെ അറബ് അക്കോർഡ്സിൻ്റെ ഭാഗമാക്കുന്നതിന് അവർ ഒരു എന്തൂസിയാസവും കാണിക്കുന്നില്ല എന്നതാണ്. ട്രംപിന് വലിയ താല്പര്യമാണ് അറബ് അക്കോർഡ്സിൻ്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയെ കൂടി അവതരിപ്പിക്കുക എന്നുള്ളത് ട്രംപിൻ്റെ താല്പര്യമാണ്. പക്ഷേ ആ താല്പര്യത്തോട് വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഒന്നും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല. ഇസ്രായേൽ വേണമെങ്കിൽ വന്ന് ചേരെ എന്നുള്ള ഒരു നിലപാടാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസവും നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഇതിനെ സംബന്ധിച്ചുള്ള റെസ്പോൺസ് അദ്ദേഹം പറഞ്ഞത്, സൗദി അറേബ്യ ഈ അറബ് അക്കോർഡ്സിൻ്റെ ഭാഗമാകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ചില പുതിയ ബന്ധങ്ങളിൽ അദ്ദേഹം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. അത് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ടും ടർക്കിയുമായിട്ടും ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് നെതന്യാഹു മെൻഷൻ ചെയ്യുന്നത്. ഈ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധവും ടർക്കിയായിട്ടുള്ള ബന്ധവും ഇതുപോലെ ഇദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം അറബ് അക്കോർഡ്സിൻ്റെ ഭാഗമാവേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് നെതന്യാഹു ഈ ദിവസങ്ങളിൽ സ്വീകരിച്ചിരുന്നത്. നേരെ മറിച്ച് സൗദി അറേബ്യയുടെ തൊട്ടുകിടക്കുന്ന, സൗദി അറേബ്യയുടെ സഹോദര രാജ്യം എന്ന് വേണേൽ വിളിക്കാവുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതിൻ്റെ കിങ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായിട്ട് നെതന്യാഹു വലിയ സൗഹൃദമാണ്. യു എ അറബ് അക്കോർഡ്സിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചെടുക്കുന്നവരാണ്. ഇപ്പോൾ UAE-യും സൗദി അറേബ്യയും തമ്മിൽ നേരിട്ട് യമനിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ UAE-യും സൗദി അറേബ്യ ആയിട്ടുള്ള ബന്ധങ്ങൾ അങ്ങേയറ്റം വഷളാവുന്നു. സൗദി അറേബ്യ ഈ അറബ് അക്കോർഡിൻ്റെ ഭാഗമാകാൻ മടിച്ചു നിൽക്കുന്നു. നെതന്യാഹു സൗകര്യമുണ്ട് മതിയട എന്നുള്ള മട്ടിൽ നെതന്യാഹു നിൽക്കുന്നു. ഇതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്താണ്? ട്രംപ് നിശ്ചയമായിട്ടും സൗദി അറേബ്യ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലൂടെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഗതി, ഈ ഇറാനുമായിട്ടുള്ള ബിൽഡപ്പ് വന്ന സമയത്ത് സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, സൗദി അറേബ്യയുടെ എയർ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല, സൗദി അറേബ്യയുടെ ആകാശം യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. സൗദി അറേബ്യയുടെ ആകാശം യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുമ്പം പേർഷ്യൻ ഗൾഫിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഗൾഫ് ഓഫ് ഒമാനിൽ നിന്നാണ് അമേരിക്ക ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ സൗദി അറേബ്യയുടെ ആകാശത്തിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് റെഡ് സീയിൽ നിന്നോ അല്ലെങ്കിൽ അറേബ്യൻ സീയുടെ കുറച്ചും കൂടി പടിഞ്ഞാറോട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുമാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ഒരുപക്ഷെ സൗദിയുടെ ആകാശം ക്രോസ് ചെയ്ത് വരേണ്ടി വരും. അപ്പം അങ്ങനെയൊരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് സൽമാൻ രാജാവ് എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തി എന്നുള്ള ഒരു അങ്കലാപ്പ് ഒരുപക്ഷെ ഇന്റർനാഷണൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം സൗദി അറേബ്യയുടെ അനുവാദമൊന്നും വേണ്ട അമേരിക്ക സൗദി അറേബ്യയുടെ സ്കൈ ഉപയോഗിക്കാൻ, കാരണം ആ സ്കൈ കൺട്രോൾ ചെയ്യുന്നത് തന്നെ അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയോട് അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം എന്തുകൊണ്ട് നടത്തി എന്ന്, അപ്പം നമ്മളതിനെ ഒരു എപ്പിസോഡ് നമ്മൾ അഡ്രസ്സ് ചെയ്തിരുന്നു. അതൊരു ടാക്ടിക്കൽ മൂവാണ്. കാരണം ഇറാനിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടി ഇറാനോട് ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, ഞങ്ങളെ ആക്രമിക്കരുത് എന്നൊരു സൂചന, അല്ലെങ്കിൽ പറയാതെ പറയുന്ന ഒരു സംഗതിക്ക് വേണ്ടി സൗദി ശ്രമിച്ചതായിരിക്കാം എന്നൊരു ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ. ആ ഡിഫൻസ് മിനിസ്റ്റർ പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ
നമുക്കറിയാവുന്ന പോലെ കിങ് സൽമാൻ എന്ന് പറയുന്ന ഇവരുടെ കപ്പനോട് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ MBSനെ ക്രൗൺ പ്രിൻസ് എന്നാണ് വിളിക്കുന്നത്. MBS ആണ് രാജ്യം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഡിഫൻസ് മിനിസ്റ്ററാണ് പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ. അദ്ദേഹം അമേരിക്കയിൽ ചെന്നിട്ട് പറഞ്ഞതായിട്ട് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയോട് പറയാണ്, അടിക്കുകയാണ് ഇപ്പോൾ അടിക്കണം ഇറാനുണ്ട്, ഇത് പറ്റിയ സമയമാണ്. നിങ്ങൾ ഒരാഴ്ചകളും മാസങ്ങളും ഇത് വൈകിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറാൻ കൂടുതൽ പവർഫുൾ ആകും. അതുകൊണ്ട് ഇത് വൈകിപ്പിക്കാതെ ഇപ്പം തന്നെ ആക്രമിക്കണം എന്ന് പറഞ്ഞു എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിഫൻസ് മിനിസ്റ്ററുടെയും രാജാവിൻ്റെയും വോയിസിലെ വ്യത്യാസമുണ്ടായത്? അവർ രണ്ടുപേരും ഒന്നിച്ച് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ രാജാവ് കുറച്ച് മയപ്പെടുത്തി പറഞ്ഞതാണ്, ഡിഫൻസ് മിനിസ്റ്റർ വ്യത്യസ്തമായി പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് വേണമോ നമ്മൾ വിചാരിക്കാൻ? അതോ ഈ ചേട്ടനും അനിയനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? രാജകൊട്ടാരത്തിൽ തമ്മിൽ തല്ലുണ്ടോ എന്നുള്ളൊരു വിഷയമുണ്ട്. കാരണം ഇദ്ദേഹം അമേരിക്കയിൽ പോയിട്ടാണ് പറഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ ഈ സൗദി അറേബ്യയിൽ എത്രയോ സ്ഥലങ്ങളിൽ അമേരിക്കൻ ബേസുകളുണ്ട്. സൗദി രാജാവ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന വെനിസ്വേലയിൽ നിന്ന് അവിടുത്തെ പ്രധാനമന്ത്രിയെ പൊക്കി കഴിഞ്ഞ് എളുപ്പത്തിൽ സൗദി രാജാവിനെ പൊക്കാൻ അമേരിക്കയ്ക്ക് പറ്റും. കാരണം അതിന് പ്രത്യേകിച്ച് അതൊരു പ്രൊട്ടക്ഷൻ അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ പറയുന്ന MBSനെ പൊക്കിയിട്ട് ഈ മറ്റേ അടുത്ത പുള്ളിനെ ഖാലിദ് ബിൻ സൽമാനെ നിങ്ങൾക്ക് അവിടെ രാജാവായി കാണേണ്ടി വരുമോ എന്ന ഒരു ചോദ്യവും ഇൻ്റർനാഷണൽ മീഡിയയിൽ വരുന്നുണ്ട്. കാരണം ഈ കിങ് സൽമാന് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു സ്വാധീനത്തെ ചൊല്ലി അദ്ദേഹത്തിന് പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നു എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ മൊല്ലാക്കമാർ അവിടുത്തെ മത തീവ്രവാദികളായിട്ട് ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ മൊല്ലാക്കമാരുടെ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ രാജ്യങ്ങളിൽ ഇദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട നിയോം എന്ന് പറഞ്ഞ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വെസ്റ്റേണൈസേഷൻ ഈ സമൂഹത്തിലേക്ക് വരും. വെസ്റ്റേണൈസേഷൻ വന്നാൽ മാത്രമേ ഈ പറഞ്ഞ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റുകളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദുബായ് അങ്ങനെയാണ്, ദുബായ് വെസ്റ്റേണൈസ് ചെയ്തു. അപ്പോൾ അതുപോലെ വെസ്റ്റേണൈസ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഈ സൗദി രാജാവിൻ്റെ താല്പര്യം. അപ്പോൾ ആ വെസ്റ്റേണൈസേഷനെ മൊല്ലാക്കമാരെ എതിർക്കുകയും മൊല്ലാക്കമാരെ ഇദ്ദേഹത്തിൻ്റെ അമ്മയെ സ്വാധീനിച്ച് ഇതിൽ നിന്ന് പിടിച്ചു വലിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ നിയോം എന്ന് പറയുന്ന ഈ പ്രോജക്റ്റിൽ നിന്ന് പുറകോട്ട് പോവേണ്ടി വന്നത് ഈ MBSനെ സംബന്ധിച്ച് വലിയ ആക്ഷേപമായി. അപ്പോൾ അദ്ദേഹത്തിന് അത് വലിയ മാനക്കേട് മറയ്ക്കാൻ വേണ്ടി അദ്ദേഹം ഈ പാലസ്തീൻ കോസിനെ എടുത്ത് ഉപയോഗിക്കുന്നു എന്നാണ് ഇന്ന് ജെറുസലേം പോസ്റ്റിൽ വന്ന ആ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ അദ്ദേഹത്തിന് അവിടെ വീഴ്ച പറ്റും. അപ്പം നിയോം എന്ന് പറയുന്ന പ്രോജക്റ്റ് അദ്ദേഹത്തിന് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. അപ്പം സമൂഹത്തിന് മുൻപിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ വില കുറഞ്ഞു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അറബ് പ്രൊട്ടക്ടറായിട്ട് പ്രത്യക്ഷപ്പെട്ട് ഇനി പാലസ്തീൻ ഇല്ലെങ്കിൽ ഞാൻ ഈ അറബ് അക്കോർഡിലേക്ക് ഒപ്പിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കാൻ ഒരു ശ്രമം നടത്തുന്നതാണ് എന്നാണ് ഈ ജെറുസലേം പോസ്റ്റ്. അവർ പറയുന്നത് അറബികൾ വലിയ അഭിമാനികളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് മാനക്കേടെന്ന് പറഞ്ഞാൽ അവർ ഒരു തരത്തിലും താങ്ങില്ല. അത് വേണമെങ്കിൽ അവർ ആത്മഹത്യ ചെയ്ത് തന്നെ തീർത്തില്ല. അതുകൂട്ട മാനികളാണ് അവർ. അപ്പോൾ ഈ മാനം കാക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരു മുഖംമൂടി എടുത്ത് അണിയുകയാണ്. അതുപോലെ ഇവർക്ക് ഈ മദറിനോടുള്ള റെസ്പെക്ട് എന്ന് പറയുന്നത് എല്ലാ ആളുകളുടെ മേലെയും അമ്മമാർക്കുള്ള സ്വാധീനം അതിഭീകരമാണ്. സ്ത്രീകളെ അവർ ബഹുമാനിക്കാറില്ലെങ്കിലും അമ്മമാരോടുള്ള അവരുടെ റെസ്പെക്ട് വളരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിന് ഒരു എക്സാമ്പിളായിട്ട് അവർ പറഞ്ഞത്, അന്ന് ഒക്ടോബർ 7, 2023 ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ്രായേലിൽ വന്ന് ക്രൂരതകൾ കാണിച്ച ശേഷം അവരവിടെ നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് വീഡിയോ കോൾ അവരുടെ അമ്മമാരുമായി ചെയ്തു എന്നാണ് പറഞ്ഞത്. മിക്കവാറും ചെറുപ്പക്കാരെല്ലാവരും തന്നെ, അമ്മയെ കണ്ടോ, ഞങ്ങൾ ഇസ്രായേൽ കടന്നിരിക്കുന്നു, ഇന്നിന്ന ക്രൂരതകൾ ഞങ്ങൾക്ക് ഇവരോട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഇന്നിന്ന രീതിയിൽ പകരം വീട്ടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റായി അവർ കരുതുന്ന ഒരു കാര്യം അതാദ്യം അവരുടെ അമ്മമാരോടാണ് ഷെയർ ചെയ്യുക. അത്തരത്തിലൊരു സംസ്കാരം അറബികളുടെ ഇടയിൽ നിലവിലുണ്ടത്രേ. അപ്പം ആ ഒരു അമ്മയോടുള്ള അടുപ്പത്തിൻ്റെ ഭാഗമായി മൊല്ലാമാർ അമ്മയെ സ്വാധീനിക്കുകയും ആ സ്വാധീനത്തിൻ്റെ ഭാഗമായി MBSന് ഈ വെസ്റ്റേണൈസേഷനിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരികയും ചെയ്തു എന്നാണ് ആ ആർട്ടിക്കിളിൽ അത് എഴുതിയ ആൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്.